നമസ്കാരം, ഞാൻ മൃണാൾ. കൂട്ടിയിട്ട് ഉണങ്ങിയ വിറക്, ഇല, വിറകടുപ്പ് ഇത്രയും കണ്ടു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിൽ പിന്നെ ഊണ് കഴിക്കാൻ പോകാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പക്ഷേ ഊണ് തീർന്നു. അവസാനത്തെ പൊതിച്ചോറും കൊടുത്തിട്ട് അവരവിടെ ഇരുന്നിട്ട് ഊണ് കഴിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ആ പാത്രത്തിൻ്റെ അടിയിൽ വല്ലതും കാണൂലേ, തന്നൂടേന്ന്. ഈ കറിയുടെയൊക്കെ പാത്രത്തിന്റെ അടിയിൽ വല്ലതും കാണൂ? ആ സമയത്തായാലും വിശന്ന് വലഞ്ഞൊരു വീട്ടിൽ കയറി വരുന്ന ഒരാളോട് കാണിക്കുന്ന സ്നേഹം. എങ്ങനത്തെ മീൻകറിയായിരുന്നു? ആ, കേര എടുത്തോ. മത്തിയാണോ അത്? അതെടുത്തോ. 2 മണിക്ക് മുമ്പ് വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ MC റോഡിൽ വണ്ടി ഓടിക്കുന്ന ബാക്കിയുള്ളവരോട് സമ്മതിക്കണ്ടേ. തോരനും എല്ലാം തീർന്നല്ലേ? സൂപ്പർ. ചോറും കാര്യങ്ങളൊക്കെ ബാക്കിയായ സ്ഥിതിക്ക് നിങ്ങളിത് എന്ത് ചെയ്യും? ഇതൊക്കെ തീർന്ന സ്ഥിതിക്ക്? ഓ, അത്രേ ഉള്ളൂ. അയാൾക്കും കൂടെ വേണോട്ടോ. പച്ചടി, തോരൻ, അവിയൽ, എലിശ്ശേരി, പപ്പടം ഇതെല്ലാം തീർന്നു. ഞാൻ ഈ സാമ്പാറും പുളിശ്ശേരിയും കൂടി ചോറിനോണ്ടിരിക്കല്ലേ. നിങ്ങളിത് പിന്നെയും പിന്നെയും പറയുന്ന എന്നെ വിഷമിപ്പിക്കാനല്ലേ? വല്ല കാര്യമുണ്ടോ? മീൻ കിടിലോ. ബേസിക്കലി അവർ കച്ചവടക്കാരല്ല, ഒരു സാധാരണ മനുഷ്യന്മാരാണ്. അപ്പം അവരുടെ മനസ്സിലെ വിഷമമാണ് അവർ പറയുന്നത്. കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നില്ലേ, ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത്ര നാലായാലോ കൊച്ചി കിട്ടൂലല്ലോ. നമ്മളിവിടെ വന്നപ്പം ഇത്തിരി ചോറ് ബാക്കിയുണ്ട്, ഇത്തിരി മീനും ബാക്കിയുണ്ട്, അത് അവരുടെ തലയിൽ വെച്ച് കെട്ടാം. അവർ പരിപാടിയില്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ തീർന്നല്ലോ, എന്താ ചെയ്യുക. കേരയുണ്ടോ അതില്? ആ പൊടിയൊക്കെ ഇങ്ങിട്ടേക്ക്, ഞാൻ കഴിച്ചു തീർത്തോളാം. നിങ്ങൾക്ക് പാത്രം കഴുകുമ്പോൾ അത്രയും എളുപ്പമാവില്ലേ? യെസ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇത്രയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. 5-8 കറി വേണം. 17 സാധനം വരെ ഞാൻ എണ്ണിയിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ചോറിന് ചുറ്റും. എന്തിനാ അത്രയും? ഈ 17 സാധനം എണ്ണി എന്ന് പറഞ്ഞത് സദ്യയൊന്നുമല്ല കേട്ടോ. ഒരു സാധാരണ ഫിഷ് കറി മീൽസ് കിട്ടുന്ന AC ഒക്കെ ഉള്ള ഒരു നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റില്ല. സ്കൂള് വിട്ട് പിള്ളേരൊക്കെ വന്നു തുടങ്ങി. ആ സമയത്ത് ഊണും ചോദിച്ചു വന്നാൽ പിന്നെ ഇന്ന് കിട്ടാത്ത ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഇനി ഈ ബോർഡ് നോക്കി പോയി കഴിക്കണം.
ചില്ലറ പൈസയെ വാങ്ങിയുള്ളൂ. അത് തന്നെ വേണ്ടാന്ന് പറഞ്ഞതാ, സാധനങ്ങൾ തീർന്നു പോയതുകൊണ്ട്. നിർബന്ധിക്കേണ്ടി വന്നു.